കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ അവൻ തീരെ നരകത്തിൽ കടക്കാതെ അവൻ ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കും. അല്ലാഹു അങ്ങനെയുള്ളൊരു ഭാഗ്യം നമുക്കെല്ലാവർക്കും, നമ്മെ സ്നേഹിക്കുന്നവർക്കും നൽകുമാറാകട്ടെ. അത് ഈ മരണസമയം എന്ന് പറയുന്നത് ഒരു വേർപാടിന്റെ സമയം ആണല്ലോ. സ്വാഭാവികമായും വേർപാടിന്റെ സമയം മനസ്സ് ഏറ്റവും പതറിപ്പോകുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് നമ്മൾ വിദേശ രാജ്യത്തേക്ക് പോകുന്ന ആളുകൾ വീട്ടിൽ നിന്ന് ഭാര്യയോടും മക്കളോടും ബാപ്പനോടും ഉമ്മനോടും ഒക്കെ സമ്മതം ചോദിച്ച് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിന് വലിയ ആശങ്കയും വലിയ ബേജാറുള്ള സമയമാണ്. അതുകൊണ്ടാണ് കാറിൽ കയറി ഉടനെ തന്നെ കൂട്ടുകാര് ചോദിക്കും, പാസ്പോർട്ട് എടുത്തില്ലേ, അതുപോലെ ഫോൺ കയ്യിലുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ചോദിക്കും. പഴയ കാലത്ത് ടിക്കറ്റ് എടുത്തില്ലേ എന്നും ചോദിക്കാറുണ്ടായിരുന്നു. പിന്നെ അത് ചോദിക്കില്ല, കാരണം ഫോണിനല്ല ഇപ്പം ടിക്കറ്റ്, പണ്ടങ്ങനല്ല. അങ്ങനെ ചോദിക്കും. കാരണം ഈ ബേജാറിൽ മറന്നുപോകാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് ഓർമ്മിപ്പിക്കുന്നത്. എങ്കിൽ ജീവിച്ച ലോകത്തോടും ജീവിച്ച വീടിനോടും സുഹൃത്തുക്കളോടും കുടുംബങ്ങളോടും എല്ലാം യാത്ര പറയുന്ന സമയമാണല്ലോ മരണസമയം. അപ്പോൾ നല്ല ബേജാറ്, വലിയ പ്രയാസം ഉണ്ടാകുമെന്ന് പറയാനില്ല. ആ സമയത്ത് പ്രത്യേകിച്ചും ശൈത്താൻ മനുഷ്യനെ തെറ്റിക്കാൻ വേണ്ടി വരും എന്ന് പല ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ദാഹം മുക്കുന്ന സമയത്ത് നല്ല വെള്ളം ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ച്, നീ യഹൂദിയായാൽ വെള്ളം തരും, അതുപോലെ ക്രിസ്ത്യാനിയായാൽ വെള്ളം തരും, അതേപോലെ ഞാൻ നിന്റെ ബാപ്പയാണ് എന്ന് പറഞ്ഞ് ബാപ്പന്റെ രൂപത്തിൽ ചിലപ്പോൾ വരും, വളരെ ഇഷ്ടപ്പെട്ടവരുടെ രൂപത്തിൽ വരും. ഞാൻ നിന്നോട് പറയട്ടെ, ഞാൻ മരിച്ചുപോയ ആളല്ലേ, ഞാൻ നിന്നുള്ള സ്നേഹം കൊണ്ട് വന്നതാ, നീ ഇങ്ങനെ മരിക്കല്ല, നീ യഹൂദിയായിട്ട് മരിച്ചോ, അതാണ് നല്ലത്, ഞാൻ അനുഭവം പറയാണ് എന്നൊക്കെ ശൈത്താൻ വന്ന് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശർറിൽ നിന്ന് കാക്കട്ടെ. ആ ഒരു സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയൊന്ന് ചൊല്ലിക്കിട്ടിയാൽ അത് വലിയ ഭാഗ്യമാണ്. അങ്ങനെയുള്ള വലിയ ഭാഗ്യം ലഭിക്കാൻ വേണ്ടി അതൊന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കുക എന്നതാണ് ലഖ്നൂ മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരണം ആസന്നമായവർക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. കാരണം എന്താണ്? ഖുർആൻ പറഞ്ഞു, ദക്കിറു ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. ഓർമ്മിപ്പിച്ചു കൊടുത്താൽ മുഅ്മിനീങ്ങൾക്ക് ഫലം ചെയ്യും, മുഅ്മിനീങ്ങൾക്ക് അത് ഉപകരിക്കും. അപ്പോൾ അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓർമ്മ വന്നവരത് ചൊല്ലും. അതുകൊണ്ടാണ് ഇമാമിങ്ങൾ അവിടെ വിശദീകരിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ അവിടെ വെച്ച് ചൊല്ലുക മാത്രമേ പാടൂ. അദ്ദേഹത്തോട് ചൊല്ലു എന്ന് പറയാൻ പാടില്ല. നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലു എന്ന് പറയാൻ പാടില്ല. പിന്നെ അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുക. അത് കേട്ടിട്ട് അദ്ദേഹത്തിന് ഓർമ്മ വരട്ടെ, ചൊല്ലു എന്ന് പറയരുത്. അതൊരു നല്ല മനുഷ്യന്മാര് ചൊല്ലുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. കൂടുതൽ അടുപ്പമുള്ള ആളുകൾക്ക് ചൊല്ലാം. പക്ഷേ കുടുംബത്തിൽ സ്വത്തവകാശം കിട്ടാൻ